നാലാവുന്നു. ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ ആകട്ടെ 73,000-ഓളം ഭക്തർ ദർശനത്തിന് എത്തിയിരുന്നു. ഇന്നലെ സന്ധ്യയോടെ ആരംഭിച്ച തിരക്കാണ് ഇപ്പോഴും തുടരുന്നു. സന്നിധാനത്തെ കാഴ്ചകളിലേക്ക് എത്താം. അരുൺ കൊടുങ്ങൂർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇന്നലെ രാവിലെ ഈ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ തിരക്ക് കുറഞ്ഞിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് വീണ്ടും തിരക്ക് കൂടുകയാണല്ലേ? തിരക്ക് ഇന്ന് കൂടുകയാണ്. കാരണം ഇന്നലെ സന്ധ്യ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു സന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോൾ നേരിയ ഒരു കുറവുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് വലിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയായിരുന്നു ശബരിമലയിൽ നട തുറന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടായിരുന്നത്. 75,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു തിരക്കുണ്ട്. 70,000 പേരാണ് ഇന്നും ശബരീശ ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും നിരവധി ഭക്തർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഒരുക്കുന്നുണ്ട് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ. കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ വലിയ വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഈ വീഴ്ചകളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നടപടികളിലേക്ക് പോവുക. വെള്ളം കൊടുക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഇപ്പോൾ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാര്യം തന്നെയാണുള്ളത്. 30-ാം തീയതി വരെ ഈ വെർച്വൽ ക്യൂ പൂർണ്ണമായും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 70,000 തീർത്ഥാടകരുടെ എണ്ണം നിജപ്പെടുത്തിയ സംഭവത്തിൽ വീണ്ടും പുനരാലോചനയ്ക്ക് പോവുകയാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ. കൂടുതൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ മുതൽ ആരംഭിച്ച ആ ഒരു തിരക്കിന് ഇപ്പോൾ നേരിയ ശമനമുണ്ട് എങ്കിൽ പോലും തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്.